ഇന്ന് അമ്മേനെയും കൂട്ടി നമ്മൾ പുറത്തോട്ടൊക്കെ ഒന്ന് പോവുകയാണേ. വേറെ എവിടെയല്ല, ഇവിടെ കനകക്കുന്നിൽ വസന്തോത്സവം തുടങ്ങിയിരിക്കുകയല്ലേ, അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടി പോകാമെന്ന് കരുതി. സാധാരണ എനിക്ക് എല്ലാ ദിവസവും ഓഫീസിൽ പോയി ഒരു അവധി കിട്ടുമ്പോൾ വീട്ടിലിരിക്കാനാണ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അച്ഛനും മക്കളും പോകാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ കരുതി അമ്മ കുറേ നാൾ കൊണ്ട് പുറത്തോട്ടൊന്നും പോകാറ്, അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര താല്പര്യമാണ്. വയ്യായ്കയൊന്നും അമ്മക്ക് ഒരു പ്രശ്നമേ അല്ല. ഞാനുണ്ടെങ്കിലേ അമ്മയ്ക്ക് എവിടെയെങ്കിലും പോകാനൊക്കെ ഒരു താല്പര്യം ഉണ്ടാവുള്ളൂ. ഷോണി ഉണ്ടെങ്കിലേ ഞാൻ വരുന്നുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ ഞാൻ കരുതി എന്നാൽ പിന്നെ എനിക്ക് ലീവുള്ള ദിവസം നോക്കി നമുക്കൊന്ന് പോവാം. അപ്പോൾ ഇന്ന് 2-ാം തീയതി മന്നം ജയന്തി അല്ലേ. അപ്പോൾ അങ്ങനെ അമ്മേനെ കുളിപ്പിച്ചൊരുക്കി സാരിയെല്ലാം ഉടുപ്പിച്ച് സുന്ദരിയാക്കി മുടിയൊക്കെ കെട്ടി അങ്ങനെ അമ്മേനെ ഒരുക്കി അവിടെ നിർത്തി. അടുത്തത് ഇളയവൾ. എല്ലാവർക്കും മുടി മാത്രം കെട്ടാനാണ് ആളെ ആവശ്യം കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും പറയും എനിക്ക് 2 മക്കളല്ല 3 മക്കളാണ് എവിടെയെങ്കിലും പോകാൻ ഒരുക്കാമെന്നൊക്കെ. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ ഒരുങ്ങിയത്. എനിക്കാണെങ്കിൽ ബാക്കിയൊക്കെ ഓക്കെ ആണെങ്കിൽ മുടി കെട്ടുന്നത് ഭയങ്കര പ്രശ്നമാണ്. മുടി കെട്ടുമ്പോഴേക്കും എൻ്റെ ഫേസ് കട്ടും അങ്ങ് മാറും. എനിക്ക് എങ്ങനെ കെട്ടണമെന്നുള്ള ഒരു ഐഡിയയും കിട്ടില്ല. കാരണം സ്ഥിരമായിട്ട് ഒരേ രീതിയിൽ കെട്ടുമ്പോൾ അത് തന്നെ അങ്ങോട്ട് ചെയ്യാനേ പറ്റില്ല. പക്ഷേ എല്ലാ ഡ്രസ്സിനും ഒരേ രീതിയിലുള്ള മുടി കെട്ടിട്ട് ശരിയാവത്തുമില്ല. അങ്ങനെ എങ്ങനെയൊക്കെ വലിച്ച് വാരി കെട്ടി ഞാനങ്ങനെ ഇറങ്ങി. അമ്മ ഉൾപ്പെടെ എല്ലാവരും ഇറങ്ങുമ്പോൾ ഒരേ ഒരു പ്രശ്നം സുഖുവാണ്. കാരണം സുഖുവിന് നമ്മളെല്ലാവരും കൂടെ ഇറങ്ങുമ്പോൾ, അതായത് വീട് കൂട്ടി ഇറങ്ങുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്. അവന് സംസാരിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ അവൻ പറഞ്ഞേനെ, അയ്യോ എന്നെ ഇട്ടേച്ച് പോകില്ലേ, എന്നെയും കൂട്ടണേ എന്ന് പറഞ്ഞേനെ. അത്രയും ബഹളമാണ്. കാണുമ്പോൾ പാവം തോന്നുമെങ്കിലും നമുക്കിപ്പോൾ പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്താണോ എന്തോ ഞങ്ങൾ ഉപേക്ഷിച്ച് പോവുകയാണെന്ന് കരുതിയിട്ടോ അല്ലെങ്കിൽ പേടിച്ചിട്ടാണോ എന്താണെന്ന് അറിഞ്ഞൂടെ, ഞങ്ങളെല്ലാവരും കൂടെ വീട് പൂട്ടി പോകുമ്പോഴേക്ക് ഭയങ്കര പ്രശ്നമാണ്. അങ്ങനെ നമ്മൾ ഓട്ടോക്കെ വന്നു. അങ്ങനെ വരിയായി എല്ലാവരും ഓട്ടോ കയറാൻ വേണ്ടി നിന്നിട്ടുണ്ട്. അങ്ങനെ ഓട്ടോയിൽ നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണേ. അപ്പോൾ ഒരുത്തിക്കാണെങ്കിൽ സൈഡ് സീറ്റിലിരിക്കാതെ തന്നെ പിണക്കമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം നമ്മളവിടെ കനകക്കുന്നിലെത്തി ടിക്കറ്റൊക്കെ എടുത്ത് അതിൻ്റെ അകത്തോട്ട് കയറി. പക്ഷേ ഇതൊക്കെ രാത്രി കാണുമ്പോഴാണ് നല്ല ഭംഗി. ഇത് പകലായതുകൊണ്ട് അങ്ങനെ ഒരു ഫീല് തോന്നില്ല. പക്ഷേ രാത്രി ലൈറ്റ് മാത്രമാകുമ്പോൾ നല്ല ഭംഗിയാണ്. പക്ഷേ നമുക്കിപ്പോൾ അമ്മേനെയൊക്കെ കൂട്ടി വരുമ്പോൾ നൈറ്റ് ആകുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്. കാരണം ഈ ബ്ലോക്കും കാര്യങ്ങളും വിചാരിച്ച പോലെ ഒരു വണ്ടിയൊക്കെ കിട്ടിയില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമല്ലേ. അവിടെ ഇപ്പം വൈകുന്നേരം ആയതുകൊണ്ട് നമ്മളവിടെ ഒരു 4:30 ആയി എത്തി. അപ്പോൾ അന്നേരം വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. രാത്രിയൊക്കെ ആകുമ്പോഴേക്കേ എല്ലാവരും വരുള്ളൂ. അപ്പോൾ അങ്ങനെ അമ്മയ്ക്ക് നടക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായതുകൊണ്ട് പിച്ചേ നടക്കുള്ളൂ. അതുകൊണ്ട് ഞാനിങ്ങനെ കൈ പിടിച്ച് മെല്ലെ മെല്ലെ നടത്തിക്കുകയായിരുന്നു. കണ്ടോ, അധികം തിരക്കൊന്നുമില്ല. അപ്പോൾ അവിടെ എത്തിയിരുന്നപ്പോൾ എല്ലാവർക്കും ഒരു ഐസ്ക്രീം കുടിക്കണം എന്നൊരു പൂതി. അങ്ങനെ നമ്മളവിടെ ഇരുന്ന് അച്ഛനും മക്കളും കൂടെ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരാൻ പോയിട്ടുണ്ട്. അതിനിടെ ഞാനും അമ്മയും കൂടി ഒരു സെൽഫി എടുത്തു. അപ്പോൾ ഐസ്ക്രീം കഴിക്കുമ്പോൾ എനിക്കൊരു ചെറിയൊരു പേടിയുണ്ട്. ന്യൂമോണിയ വന്നതിന് ശേഷം ഒരേ ചുമയൊക്കെയാണ്, ഈ തണുപ്പ്. അമ്മയ്ക്ക് കൊടുക്കുന്നതിനും എനിക്ക് പേടിയാണ്. അമ്മയ്ക്ക് ശ്വാസം മുട്ടലിൻ്റെ പ്രശ്നമുള്ളതാണ്. എന്നാലൊരു പൂതിയല്ലേ എന്നൊക്കെ കരുതി നമ്മളിങ്ങനെ വാങ്ങിച്ചു. അങ്ങനെ ഐസ്ക്രീമൊക്കെ കുടിച്ച് നമ്മൾ നടത്തം തുടർന്നു. അപ്പോൾ തുടക്കം തന്നെ കുറേ ചെടികളും പൂക്കളും പോയി കാണാൻ എന്ത് ഭംഗിയാണെന്നറിയാം. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെയൊക്കെ നാട്ടിൽ ഇതുപോലെയുള്ള ചില ചെടികളൊക്കെ നമ്മുടെ നാട്ടിൽ കാണാം. അപ്പോൾ നമ്മൾ കാട്ടു ചെടിയല്ലേ എന്നൊക്കെ കരുതി ശ്രദ്ധിക്കാതിരുന്ന പല ചെടികളും ഈ തൈകൾ, അതായത് എന്താ പറയുക, ഇതുപോലത്തെ സസ്യങ്ങളൊക്കെ നമ്മൾ പലതും നമ്മളെടുക്കും. അയ്യോ ഇതൊക്കെ ഇങ്ങനെ കാഴ്ചയ്ക്ക് വെക്കുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ നമ്മൾ സാധാ കാട്ടു ചെടിയെന്നും പറഞ്ഞിട്ട് കുറേ ഒഴിവാക്കുന്ന, അല്ലെങ്കിൽ മുറ്റത്തൊക്കെ പടർന്ന് പിടിക്കുമ്പോഴങ്ങ് ഒഴിവാക്കുന്ന കുറേ ചെടികളൊക്കെ, ചെടി മീൻസ് പൂക്കളുള്ള ചെടികളല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഔഷധ ചെടിയൊക്കെ ഉണ്ടാവില്ലേ, അതുപോലത്തെയൊക്കെ കുറേ. അതൊക്കെ കാണുമ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഇതൊക്കെ നമ്മളെ വീട്ടിൽ പണ്ടുണ്ടായിരുന്നല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഇതൊക്കെ നമ്മുടെയൊക്കെ നാട്ടിൽ ചെട്ടി എന്ന് പറയുക. ഇതുപോലെ മഞ്ഞയും ഓറഞ്ചും ഒക്കെ പണ്ട് ഞാനൊക്കെ സ്കൂൾ പഠിക്കുന്ന കാലത്ത് ചെടി ഭ്രാന്തിയായിരുന്നു. അതുകൊണ്ട് ഏത് വീട്ടിൽ ചെടി കണ്ടു കഴിഞ്ഞാൽ അവിടുന്ന് പറിച്ചു അവരുടെ അടുത്ത് ചോദിച്ചിട്ട് പറിച്ചു കൊണ്ട് വരികയും വിത്ത് കൊണ്ടുവരികയൊക്കെ ചെയ്യും. അപ്പോൾ ഈ ചട്ടിയൊക്കെയെന്ന് വെച്ചാൽ ഒത്തിരി നമ്മളിങ്ങനെ വാങ്ങുമ്പോൾ അത് ഒന്നിച്ചാണ് വളർന്ന് കൂടുന്നത്. നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഇവിടെ ഒരു നക്ഷത്രങ്ങളുടെ ബേസിൽ ഓരോ സസ്യങ്ങൾ, അങ്ങനെ എൻ്റെ നക്ഷത്രം ഞാൻ തപ്പുമായിരുന്നു അവിടെ, അശ്വതി നക്ഷത്രം. അപ്പോൾ അശ്വതി നക്ഷത്രം കാഞ്ഞിരം, അത് തപ്പി അവസാനം ഞാൻ കണ്ടുപിടിച്ചു, കാഞ്ഞിരം. അങ്ങനെ നമ്മൾ നേരെ കനകക്കൊട്ടാരത്തിൻ്റെ അവിടെ പോയി. അപ്പോൾ അവിടെ ഇതുപോലെ ഒരുപാട് ചെടികൾ വെച്ചിട്ടുണ്ടായിരുന്നു. ഏതോ സിനിമ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ, സിനിമ ഷൂട്ടിംഗ് എന്ന് വെച്ചാൽ പാട്ട് സീനൊക്കെ വരുമ്പോഴുള്ള ഈ ചെടികൾ പൂക്കളൊക്കെ കാണിക്കുമല്ലോ, അതുപോലെ തോന്നി. മൊത്തം ഒരുമിച്ചിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ. നമുക്കെല്ലാം വാരിയെടുത്ത് കൊണ്ടുപോകാൻ തോന്നും, അത്രയും ഭംഗിയാണ്.
അങ്ങനെ അവിടുന്ന് നമ്മൾ ഇങ്ങനെ പിച്ചാ നടന്ന് നമ്മുടെ കനകക്കൊട്ടാരത്തിൻ്റെ അകത്ത് കയറി. അകത്ത് കാര്യമായിട്ടൊന്നുമില്ല, കുറച്ച് ചെടികൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അമ്മയ്ക്ക് കാല് വയ്യാത്തതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇരുന്നിരുന്നാണ് നമ്മൾ പോകുന്നത്. കുറേ നടക്കാതെ നടക്കുന്നതല്ലേ, അപ്പോൾ അന്നേരം കാല് നല്ല വേദനയായിരിക്കും. പിന്നെ വീടെത്തിക്കഴിഞ്ഞാലാണ് അതിൻ്റെ ബാക്കി വേദന കൂടെ സഹിക്കേണ്ടി വരിക. അതുകൊണ്ട് കുറേ സ്ഥലത്ത് ഇരുന്ന് കുറച്ച് സമയമൊക്കെ റെസ്റ്റ് എടുത്ത് അങ്ങനെയാണ് നമ്മൾ വീണ്ടും നടക്കുന്നത്. അങ്ങനെ നമ്മൾ അകത്ത് കയറി. നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ അകത്ത് കയറുന്ന. അപ്പോൾ ഇവിടെ കാര്യമായിട്ടൊന്നുമില്ല. അവിടെ നിന്ന് അങ്ങനെ നേരെ പുറത്തിറങ്ങി. അങ്ങനെ അവിടെയും കുറേ ചെടികളൊക്കെ ഉണ്ടായിരുന്നു. വസന്തോത്സവം എന്ന് പറയുമ്പോൾ തന്നെ ഇതുപോലെ കുറേ ചെടികളും പൂക്കളൊക്കെയാണ് കാണാനുണ്ടാവുക. ആന്തൂറിയം ഒത്തിരി ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഇവരിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാനാണ് ഭംഗി. അത്രയും ഇതൊക്കെ വിൽക്കാൻ താഴെ ഒത്തിരി ചെടികളുണ്ട്. അതൊക്കെ നമുക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം. അങ്ങനെ അവിടുന്ന് ഒരു പോപ്കോണൊക്കെ വാങ്ങിച്ചു. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് കമ്മൽ കണ്ടപ്പോൾ എനിക്കാണെങ്കിൽ ഈ ഫാൻസി കമ്മൽ ഇടുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടാണെങ്കിലും കാണുമ്പോൾ വാങ്ങിച്ചുകൊണ്ട് പോകണം എന്നൊക്കെ തോന്നും. അങ്ങനെ അവിടുന്ന് ഒരു കമ്മലൊക്കെ നമ്മൾ വാങ്ങിച്ചു. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ പുസ്തകോത്സവം എന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കയറി. അവിടെ പുസ്തകോത്സവം മാത്രമല്ല, ഇതുപോലെ ഫാൻസിയും പിന്നെ ഫുഡ്, അതായത് ബേക്കറി ഐറ്റംസ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ അത്യാവശ്യം വാങ്ങിച്ചു, ഒരുപാടൊന്നും വാങ്ങിച്ചില്ല. അങ്ങനെ അതൊക്കെ കുറച്ച് വാങ്ങിച്ചു. അങ്ങനെ നേരെ നമ്മൾ പിന്നെ അവിടുന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ട് പെറ്റ്സിനെ കാണാൻ വേണ്ടി പോയേ. അങ്ങനെ അതും കാണാൻ ഇതുപോലെ തന്നെ കുട്ടികൾക്കാണ് താല്പര്യം ഇതൊക്കെ കാണാൻ, പെറ്റ്സിനെ കാണണം എന്നുള്ള. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, എന്നാൽ പിന്നെ ഞാൻ അമ്മേൻ്റെ അടുത്തിരിക്കാം, നീ പോയി അതൊക്കെ കണ്ടിട്ട് വാ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും പിള്ളേരും കൂടെ അതിൻ്റെ അകത്ത് കയറി. അപ്പോൾ ഇച്ചിരി പട്ടികൾ, കോഴികൾ, പ്രാവ്, ഒരു പാമ്പുണ്ടായിരുന്നു, പിന്നെ ഒട്ടക പക്ഷിയുണ്ട്, മുയൽ, അതൊക്കെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കാണുമ്പോൾ എനിക്ക് അതിൽ കൂടുതൽ സങ്കടം തോന്നിയത് പട്ടികളെ കാണുമ്പോഴാണ്. എന്തോ ചെറിയ കൂട്ടിനുള്ളിൽ അവരൊരു ഒതുങ്ങി ഇരിക്കുന്ന പോലത്തെ ഒരു ഫീല്, എന്തോ അതൊരു സങ്കടം പോലെ തോന്നി. പക്ഷേങ്കിൽ കാണുന്നവർക്ക് അതൊക്കെ ഒരു ആസ്വാദനമായിരിക്കാം. ഈ വലിയ പട്ടികളൊക്കെ ആകുമ്പോൾ അവരതിൻ്റെ അകത്തൊരു ശ്വാസം മുട്ടിയിരിക്കുന്ന പോലെ തോന്നുമെന്നൊക്കെ ഒരു ഫീല്. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ ആൾ വലിയൊരു, എന്താ പറയുക, കൈ കൊണ്ട് വെച്ചപ്പോൾ തന്നെ അമ്മോ ആളങ്ങ് അലറുവിട്ട്. ഞാൻ പേടിച്ചു പോയി സത്യത്തിൽ. പക്ഷേ ബാക്കിയൊക്കെ ഒരു പാവം പോലെ തോന്നി. കൂട്ടത്തിൽ പാവമായിട്ട് തോന്നിയത് ഇയാളാണ്. ഇയാളൊരു പാവം പോലെ തോന്നി. പൊതുവേ പാവമാണെന്ന് തോന്നുന്നു. എനിക്ക് ആണെങ്കിൽ വീട്ടിലൊരു പട്ടി ഉണ്ടെങ്കിൽ എനിക്ക് ഈ പട്ടികളുടെ ബ്രീഡും അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഇതൊരു പേർഷ്യൻ പൂച്ചയെ പോലത്തെ നല്ല കൂടെയുള്ളൊരു പൂച്ച. തൊടുമ്പോൾ നല്ല സോഫ്റ്റ്, നല്ല ഉറക്കമായത് കൊണ്ട് അതൊന്നും അറിഞ്ഞില്ലെന്ന് തോന്നുന്നു. പിന്നെ കൂട്ടത്തിൽ കുറച്ച് ക്യൂട്ടായിട്ടുള്ളൊരു പട്ടി ഇതായിരുന്നു. കാരണം അത് ഭയങ്കര കളിയായിരുന്നു അതിനെ ഇങ്ങനെ ആൾക്കാരൊക്കെ കാണുമ്പോഴേ. പിന്നെ ഇതിനെന്തൊരു പേര് പറഞ്ഞിരുന്നു, അയ്യോ എന്നോട് മറന്നുപോയി കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഗോസ്റ്റ് ഹൗസ്, അങ്ങനെ ഇവർ കുട്ടികൾ പറഞ്ഞ് അവിടെ പോകണമെന്ന് പറഞ്ഞു. ഞാൻ കയറുന്നില്ല, എനിക്ക് ഒന്നാമതെ ഭയങ്കര പേടിയാണ്. അങ്ങനെ നമ്മൾ അവിടുന്ന് കാപ്പിയൊക്കെ കുടിച്ച് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ പോയി. അവിടെയൊന്നും പ്രോഗ്രാമൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് നമ്മളങ്ങനെ തിരിച്ച് വീട്ടിലോട്ട്